വാർദ്ധക്യത്തെ അകലെ നിർത്തി ചെറുപ്പത്തിന്റെ കരുത്തുള്ള മനസ്സുമായി സുകുമാരൻ മാഷ് വ്യായാമത്തിലാണ്. വയസ്സ് 102 പിന്നിട്ടെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ല. ജീവിതത്തിന്റെ ഭാഗമായൊരു ദിനചര്യ കൂടിയാണത്. അധികം അമിത ഭക്ഷണമൊന്നുമില്ല. രാവിലെ ആണെങ്കിൽ ഒരു ഗ്ലാസ് പാല്, ഒരു മുട്ട, ഒരു നേന്ത്രപ്പഴം, ഒരു ദോശ രണ്ടില്ല, അത്രയേ കഴിയും. അതുപോലെ ഉച്ചക്കും അതുപോലെ ഏതാണ്ട്. പക്ഷെ പാലല്ല, അതിന് പകരം ഒരു ഗ്ലാസ് തൈരാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ ദോശയോ പുട്ടോ എന്തെങ്കിലും ഒരു ഐറ്റം. അതുപോലെ രാത്രിയും. കണക്ക് അധ്യാപകനായിരുന്നു സുകുമാരൻ മാഷ്. ഏറെക്കാലം വിദേശത്ത് ജോലി ചെയ്തു. പക്ഷെ അപ്പോഴും ജീവിത ചിട്ടകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷങ്ങൾ പിന്നിട്ടു. 8 പതിറ്റാണ്ടുകൾക്കിടെ സുകുമാരൻ മാഷിന് പനി വന്നത് 4 തവണ മാത്രം. ഒരു സുഖങ്ങളും വരില്ല എന്നുള്ളൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം എനിക്ക് 4 പ്രാവശ്യം പനിച്ചത്. ഒന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ കൊല്ലം 1947 സെപ്റ്റംബറിൽ. അന്ന് പനി വരാൻ കാരണം കുറേ ഓവറായിട്ട് എക്സസൈസ് ചെയ്തു. അപ്പം ബോഡി പെയിനിന് മുന്നിട്ട് ഒരാഴ്ച പനിയായി. 10ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് ട്രാക്കുകളിൽ നിന്നുള്ള മെഡൽ നേട്ടം. മാസ്റ്റേഴ്സ് മത്സരവേദികളിലും മാഷിന് വെല്ലുവിളികൾ ഉണ്ടായില്ല. ശരീരത്തിനൊപ്പം മനസ്സിനും സന്തോഷം കണ്ടെത്താൻ മാഷിന് പല വഴികളുണ്ട്. കായിക രംഗത്ത് മാത്രമല്ല, കലയിലും അക്കാദമിക് രംഗങ്ങളിലും ഈ 102കാരൻ ഒരു സജീവ സാന്നിധ്യമാണ്. അപ്പം മാഷ് എന്നെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതായത് ഒരു കലണ്ടർ എടുത്തിട്ട് ഏത് വർഷം, ഏത് മാസം, ഏത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് ദിവസമാണെന്ന് മാഷ് പറയുമെന്നാണ് എന്നെ വെല്ലുവിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കലണ്ടർ എടുത്തിട്ടുണ്ട്. ഇത് 2025 കലണ്ടറാണ്. 2025 മെയ് മാസം 14 അതേത് ദിവസമാണ്? ബുധനാഴ്ചയാണ്. നോക്കൂ, ബുധനാഴ്ചയാണ് 14. ഇനിയിപ്പോൾ വേറൊരു മാസം എടുക്കണം. നമ്മൾ ജൂൺ മാസം എടുത്തിട്ടുണ്ട്. 2025 ജൂൺ മാസം 20-ാം തീയതി ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച ശരിയാണ്. 20-ാം തീയതി വെള്ളിയാഴ്ച. പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾക്ക് മാഷ് പിടികൊടുത്തിട്ടില്ല. മരുന്നില്ലാതെ 102-ാം വയസ്സിലും ചിട്ടയായ ജീവിതം മാഷിനെ മുന്നോട്ട് നയിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.